ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ 18/9/2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് ലിസി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി ഇടവയിൽ നിന്ന് വരുന്നു. അതിന് ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ 10ാമത്തെ പുതുക്കലിലാണ് നടക്കുന്നത്. വീട് വിൽക്കാൻ ശ്രമിച്ചിട്ട് 6 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ്. എൻ്റെ 6ാമത്തെ പുതുക്കലിലാണ് ഞങ്ങളുടെ വീട് വിൽക്കാൻ സാധിച്ചത്. അമ്മ സമയബന്ധിതമായിട്ട് അത് നടത്തി തന്നു. കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ വീടുണ്ടാകുമായിരുന്നില്ല മുൻപ് വിട്ടെങ്കിൽ. എൻ്റെ സ്വന്തം വീട് സഹോദരൻ്റെ കുടുംബവും 6 മാസം മുമ്പ് വരെ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴാണ് ഞങ്ങളുടെ വീട് വിൽക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ പറ്റി. അത് അമ്മ ഇടപെട്ട് നടത്തി തന്നതിന് 1000 നന്ദി. അതുപോലെ ആ ഇടവകയിൽ തന്നെ വേറൊരു സ്ഥലം വാങ്ങാൻ സാധിച്ചാൽ ജപമാല റായിലെ ഉപവാസം എടുത്ത് പങ്കെടുക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. ഒക്ടോബറിൽ ജപമാല റാലിക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നത്. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാണ്ട് തീക്ഷ്ണമായിട്ട് റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. മാർച്ച് 28 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പ്രത്യേകം എവിടെയെല്ലാം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം സഫലമായിട്ടെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് തന്നെ ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്ത ലൈഫിൻ്റെ അപേക്ഷ വീണ്ടും സാങ്ഷനാക്കി തന്ന് വിളിച്ചു. അതുപോലെ പുതിയ സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പകുതി വില മാത്രമാണ് രജിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 6 മാസം കാലാവധി ഏപ്രിൽ തീരും. അതിനു മുമ്പ് ബാക്കി 4 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു വഴിയില്ലാതെ എന്നും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് തന്നെ ഒരു വ്യക്തി 4 ലക്ഷം രൂപ സൗജന്യമായിട്ട് ഞങ്ങൾക്ക് ഒരു രേഖയില്ലാണ്ട് ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഏപ്രിലിൽ തന്നെ മുഴുവൻ പൈസയും കൊടുക്കാൻ സാധിച്ചു. അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. അതുപോലെ കുഴൽക്കിണർ കുത്താൻ വെള്ളം അപ്പുറത്തെ സ്ഥലത്ത് വെള്ളം കിട്ടാൻ വേണ്ടി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ അവർ നന്നായി 24-25 അടി കുഴിച്ചിട്ടും വെള്ളം കിട്ടിയിരുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് ഞങ്ങളൊരു കുഴൽക്കിണർ കുത്തി. അത് കുത്തുന്നതിന് മുമ്പ് അമ്മയുടെ തൈലം, ഉപ്പ്, പിന്നെ തേന ഒഴിച്ചിട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. 165 അടിയിൽ ഞങ്ങൾക്ക് സമൃദ്ധമായി വെള്ളം കിട്ടി. ഇപ്പോഴും നന്നായി വെള്ളം കിട്ടുന്നുണ്ട്. ലൈഫിൻ്റെ പണി തുടങ്ങുമ്പോൾ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങൾ വീട് പണി ആരംഭിച്ചത് അമ്മേനെ ഈശോനെ സാക്ഷി നിർത്തി അവിടെ കാവൽ നിർത്തിയിട്ടാണ്. കാരണം ഞങ്ങളവിടെ നിന്ന് ഇല്ലാതിരുന്നുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ 2 ഇലക്ട്രിക് പോസ്റ്റ് കുഴിച്ചിട്ടു. ആരും അറിഞ്ഞില്ല. അമ്മയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പണിക്ക് വന്ന ചേട്ടൻ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അത് കറണ്ട് കൊടുക്കണതിന് മുമ്പ് അതുകൊണ്ട് വേഗം പോസ്റ്റ് മാറ്റാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് നീങ്ങില്ലായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ കാലുവേദന. ഉടമ്പടിക്ക് മുമ്പ് എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. ഉടമ്പടിയിൽ വന്നത് പിന്നെ കാലുവേദന മാറി. വേദനയുടെ ചെരുപ്പ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് എല്ലാ ചെരുപ്പും ധരിക്കാം. അമ്മയുടെ ഉപ്പും തൈലവും ഞാൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഒരു അപകടത്തിൽ നിന്ന് കാത്ത് സംരക്ഷിച്ചത് അമ്മയുടെ കാശുരൂപം ധരിച്ചിട്ടാണ് ഞങ്ങളിന്ന് പോണത്. അതുപോലെ 2 വീലറുമ്പോൾ പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വീലിൻ്റെ ചക്രം സ്ക്രൂ ഊരിപ്പോയിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. 5-8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറാൻ നിന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. അമ്മയുടെ കാശുരൂപത്തിൻ്റെ വലിയ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു അപകടം പറ്റാതിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി കൊണ്ടുപോയിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും. എൻ്റെ കാശുരൂപം വാങ്ങിയിട്ട് ഞാൻ എൻ്റെ കോവർക്കേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ അക്രൈസ്തവരായാലും അവർക്ക് കാര്യങ്ങൾ സാധിച്ചു. ഇന്ന് വരാനിരുന്നതാണ്, അവർക്ക് പറ്റിയില്ല. അവരിനി ഒരു അടുത്ത തവണ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ രോഗികളെ വീടുകളിൽ ചെന്ന് കണ്ട് അവർക്ക് നമുക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് ഞാൻ ദിവസവും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലും. സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാ നേരം കേട്ട് നമ്മുടെ ഒരു മോട്ടിവേഷൻ തന്നെ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളാണ്. അല്ലെങ്കിൽ നമുക്കിതൊന്ന് വിട്ടുപോകുന്നൊരു ഭയമാണ്. എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിയാൽ ഏത് വിഷമഘട്ടത്തിലും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും.
ചെറുതും വലുതുമായ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ലിസി ഫ്രാൻസിസ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തെയും ജീവിതത്തിൻ്റെ വലിയ നിയോഗങ്ങൾ സമയച്ചുരുക്കത്തിലും ഭാരമില്ലാതെയും ഓരോന്നും പൂർത്തീകരിക്കുവാൻ പറ്റും വിധം അമ്മ മാതാവ് മകളെ നയിക്കുന്നതിൻ്റെ അനുഗ്രഹത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സ്ഥലം വിൽക്കുന്നതിനെ പറ്റിയുള്ള സാക്ഷ്യം, അത് ആ ഇടവകയിൽ തന്നെ മറ്റൊന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അമ്മയുടെ മുമ്പിലുള്ള നിയോഗം, അത് ജപമാല പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സാധിച്ചു കിട്ടണം എന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം, ഓരോന്നും അമ്മ മാതാവ് ഏറ്റെടുക്കുകയും കുടുംബത്തിന് അനുഗ്രഹമായി നൽകുകയും ചെയ്തു. അത് കുടുംബത്തിന് വന്നു ചേരാമായിരുന്ന ഒരു ഭാരപ്പെടലിൽ നിന്ന് നേരത്തെ സ്ഥലവും വീടും വിറ്റുപോയിരുന്നെങ്കിൽ മാറി താമസിക്കുവാൻ ഇടമില്ലാത്ത വിധം ക്ലേശത്തിലാകുമായിരുന്ന സാഹചര്യത്തിൽ സംരക്ഷിക്കുകയും സാഹചര്യങ്ങളെ സുരക്ഷിതമായി ഒരുക്കിക്കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിന് ഒരു ഇടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുവാനുള്ള സാഹചര്യങ്ങൾ നൽകിയതിനെ മകൾ സാക്ഷ്യത്തിലൂടെ അടയാളപ്പെടുത്തി. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന് വേണ്ടി മറ്റു പലരും 250 മീറ്ററിലേറെ താഴ്ത്തിയിട്ടും വെള്ളം കിട്ടാതെ വിഷമിച്ചിരുന്ന സമയത്ത് അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് 150-160 അടി താഴ്ത്തുമ്പോൾ തന്നെ സുലഭമായ വെള്ളം ലഭിച്ചതിനെയും മകൾ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. ഓരോ ഉടമ്പടി സാക്ഷ്യവും അമ്മ മാതാവിലൂടെ ഈശോ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ അടയാളപ്പെടുത്തുകയാണ്. നമുക്ക് സ്വയമേവ സാധിക്കാത്തത്, നമ്മുടെ പരിശ്രമങ്ങൾ ഒരു ഫലമണിയാതെ ആകെ എല്ലാ കാര്യവും തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈശോയുടെ കരം പിടിച്ച് സാഹചര്യങ്ങളും സമയങ്ങളും ഒരുക്കി നൽകിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകാലത്തെയും മാറ്റി ജീവിത വിഷയങ്ങൾ സുഗമമായി പരിഹരിക്കുന്നതാണ് ജീവിതാനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഈ മക്കൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. കുടുംബത്തിന് പുതിയൊരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി സാധിച്ച കാര്യങ്ങളെ, അവിടെ ജലം സ്രോതസ്സ് നന്നായി ലഭിച്ചതിൻ്റെ നന്മയെ, അതോടൊപ്പം കാര്യങ്ങൾ രോഗക്ലേശങ്ങളിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിൻ്റെ സാക്ഷ്യത്തെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തെ ദൈവ സംരക്ഷണയിലെന്നും പരിപാലിക്കും. സഹോദരി സൂചിപ്പിച്ചു, ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടും ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം പങ്കുകൊണ്ടുമാണ് എൻ്റെ ഈ ആത്മീയ ജീവിതത്തെ, ഉടമ്പടി ജീവിതത്തെ നിരന്തരം ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നവർ പരിശോധിക്കേണ്ടത് എത്രത്തോളം ഉടമ്പടിയോട് നമുക്ക് ജൈവബന്ധമുണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഉടമ്പടി ധ്യാനം പ്രാർത്ഥനയോടുകൂടി കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ മറ്റെന്തെങ്കിലും കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ വേഗത്തിലിങ്ങനെ കേട്ടുപോകുന്ന രീതികളോ അലക്ഷ്യമായി കേൾക്കുന്ന രീതിയാണോ നമുക്കുള്ളത്? അത് ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ്. ആരാധനയിൽ ഈശോ നമ്മോടൊപ്പം സന്നിഹിതനാവുകയും സഹായിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശാന്തതയോടെ പ്രാർത്ഥനയോടുകൂടി ഉടമ്പടി ധ്യാനത്തിൽ നാം വ്യാപരിക്കുമെങ്കിൽ, പങ്കുചേരുമെങ്കിൽ നമുക്കത് ദൈവികമായ സംരക്ഷണത്തിനും നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹിക്കപ്പെടുന്നതിനും കാരണമാകും. അതുതന്നെ ജീവിത സാക്ഷ്യങ്ങളുടെ കാര്യവും. നാം ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു കുടുംബം, ഒരു ജീവിതം, അവർ കടന്നുപോയ സങ്കടങ്ങളെയും അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനത്തെയും നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെടലിലാണോ, തകർച്ചയിലാണോ, ഇല്ലായ്മകളിലാണോ, നമുക്ക് ശരണപ്പെട്ട് ഈ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതാവസ്ഥകളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ സാക്ഷ്യം പറയുന്ന അതേ വ്യക്തിയെപ്പോലെ, അതേ കുടുംബത്തെ പോലെ നമ്മളും ആരോഗ്യമുള്ളവരാകും, നമ്മളും സമാധാനമുള്ളവരാകും, നമ്മുടെ ജീവിതവും ഐശ്വര്യം പ്രാപിക്കും. അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന നന്മയുടെ വഴികളിൽ ജീവിക്കുവാൻ അമ്മ മാതാവ് കരം പിടിക്കുമ്പോൾ ആ ഉടമ്പടിയോട് വിശ്വസ്തതയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.